ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഹലോ, ഇങ്ങോട്ട് നോക്ക്. ഇതാരാ? മുട്ടായി ഉണ്ട്. മുട്ടായി ഉണ്ടോ? ഒന്ന് തരേ. രണ്ടെണ്ണം. എന്താ വലിപ്പൊക്കെ കാണാണ്. മമ്മ കാലുവേദന മാറിയോ? കജ്ജൊക്കെ പെച്ചോ? എന്നാ അവിടെ എത്തിയപ്പോ തന്നെ കാലുവേദന. മമ്മ വെയിക്കണ കാലയിക്കണം അവിടെ എത്തിയപ്പോ. ഇമ്മറിഞ്ഞോട് കാലുവേദനയാണ് മമ്മാക്കത്. ഏത് കയ്യോ മമ്മ? ഈ കയ്യോ? തല മിന്നാവും. പ്രഷർ കുറഞ്ഞെടുക്കും. പ്രഷർ കുറഞ്ഞെടുക്കും. അപ്പൊ എന്തിനാ സൂചി വെച്ചത്? ഇത് കുറച്ച് നിങ്ങളെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലേ? ഇമ്മ പോകാൻ നിൽക്കട്ടെ. ഇവിടെ ആരുമില്ല. തറവാട്ടത്തോലൊക്കെ പോയിക്കണം സ്കൂൾ കുട്ടിയപ്പോ. അപ്പൊ ബിനു കൊണ്ടുപോകാൻ വന്നാലേ ബിനു. അപ്പൊ എൻ്റെ ഉമ്മാൻ്റെ ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വന്നപ്പോ കുറച്ച് കൊണ്ടുവന്നാണ് കേട്ടോ. അത് നിറച്ചിട്ടുണ്ടായിന്. ഇപ്പൊ വീഡിയോ എടുക്കണോ ബിസ്മില്ല. നമുക്ക് കസുബ സ്പെഷ്യലാണ്. പച്ചമുളകില്ല, മഞ്ഞപ്പൊടി ഇല്ല. പിന്നെന്തല്ലാത്ത സമയത്തേക്ക് പച്ചമുളക്, മഞ്ഞപ്പൊടി. പിന്നെന്തല്ലാത്ത ഇതില് കപ്സ മസാല ഇല്ലാത്തൊരു കപ്സ തിന്നിട്ട് പറഞ്ഞു എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓളിടലില്ലാന്നൊക്കെയാണ് പറയുന്നത്. തിന്നോക്കട്ടെ. ആക്കണോ? അത് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ? ഇതേതരിയോ? ഏതോടുത്ത ബസ്മതി? റേഷൻ മേടിത്ത ബസ്മതിയാണോ? ഇത് ബസ്മതിയാണോ പോലെ? റേഷൻ മേടിത്ത ബസ്മതിയാ? ഇവിടെ അങ്ങനെ കിട്ടല്? രാവിലെ കട്ട് ചെയ്തത് സാരതേ കറന്ന ബസ്മതിയല്ല. മെയിനാകൊണ്ടോ അളക്കലോട് അളക്കല്. ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിന്. ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെസിപ്പി ഞങ്ങൾ ഇടാം കേട്ടോ. ഒന്ന് പൊക്കിക്ക. ചിക്കനൊക്കെ ഉണ്ടാവട്ടെ. അത് തോന്നി. ഉണ്ട്. ഞങ്ങൾ രണ്ടാളുള്ളൂ കേട്ടോ. സുമയുടെ ആയിട്ടില്ലാണ്. ചിലപ്പോ തിന്നുവോ? എന്നിട്ടുള്ള അരി ഇട്ടല ഒരുപാട് വിസിലടിച്ചാണല്ലേ. കസുബയാണെന്ന് പറയുന്ന ഒരു അരിയാണ് കിട്ടുന്നത്. അല്ല, കസുബല്ല, ബസുമതിയാണെന്ന് പറയുന്ന ഒരു അരിയൊക്കെയാണ് കിട്ടുന്നത്. ഞാൻ പറയുന്ന വലിയതിന് ബസുമതി എന്നൊക്കെ പറയുന്നത്. പല റേഷൻ റേഷൻ പീടിയ. എത്ര? 1 കിലോ ചിക്കൻ ഉണ്ടോ? 1/2 കിലോ ചിക്കൻ ഉണ്ടാവും അല്ലേ? ഒരു 3/4 കിലോ ചിക്കനും 2 ഗ്ലാസ് അരി അല്ലേ? ഇത് വെന്തിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയണ്ട കേട്ടോ. അരിയൊക്കെ ഇട്ടു കേട്ടോ. അരി ഇട്ടു. ഇനി ഇത് വിസില്. നെയ്യ് ഇടുവോ? 1 സ്പൂൺ നെയ്യ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത്? ഇവിടെ ഉണ്ടാക്കിയതാ? ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇവിടെ നോക്കട്ടെ. മഞ്ഞപ്പൊടി ഇട്ട് കയറിയതാ? ഇവിടെ ഉണ്ടാക്കിയതാണ്. എങ്ങനെയാവും നോക്കാം. ഇനി അടച്ചേക്കല്ല. എത്ര വിസിലാ? 1 വിസില്. റേഷൻ വീട്ടിൻ്റെ ബസുമതി ആയതുകൊണ്ട് 1 വിസിൽ മതി. ഞാൻ കഴിക്കണ നേരത്ത് കാണിച്ചു തരാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നാലും കഴിച്ചിട്ട് പറയാം. ചോറ് റെഡി ആയിട്ടോ. കസുബ റെഡി ആക്കണം. കപ്സ എന്ന് പറയാൻ പറ്റില്ല, കസുബ. കഴിച്ചോ കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ ഇല്ല? ടേസ്റ്റ് ഉണ്ടോ? കഴിച്ചിട്ട് പറയാം. ഉണ്ടെങ്കിൽ ഉണ്ട്.
അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടോ കുട്ടിയെ? എരിയ നല്ല മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി മല്ലിപ്പൊടി വാരിട്ട് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇല്ല മഞ്ഞപ്പൊടി ഇല്ല. അപ്പൊ എങ്ങനെയുണ്ട് എല്ല് ബിരിയാണിയാണത് പറഞ്ഞു. പേരുണ്ടോ? ഗൂഡല്ലൂർ ബിരിയാണി കൊള്ളാം. കുറച്ച് ഓയിൽ കൂടുതലായിട്ടോ. നെയ്യാണ് ഹോം മെയ്ഡാണ്. അപ്പൊ ഞാൻ കഴിക്കട്ടോ. മൂത്തമ്മാന്റെ വീട്ടിലെത്തിട്ടോ. മൂത്തമ്മ കഴിക്കാനൊക്കെ പൊരിച്ചിക്കണം. ഇതെന്ത് മസാല ഇട്ട് പൊരിച്ചതാ? അല്ല വേറെ എന്തെങ്കിലും ഇടും? മൈദപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ. എന്തോ ഉണ്ട് ഇതില്. നമ്മളെ മൂത്തമ്മ ഹീറോ. അടുത്ത ഐറ്റമാണ് മുത്തമ്മ. ഇതെന്താ മുത്തമ്മ? ഇതെന്താണ്? ചേമ്പും കറുത്തി കുമ്പളങ്ങയും ചേമ്പും. അളക്കിക്ക ഒന്ന് പൊന്തിച്ചെടുത്താ. അപ്പൊ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയാൽ മതിയോ? എപ്പോഴും എനിക്ക് ചോറ് തരണ്ടല്ലോ. പോണ് ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. ചേമ്പ്, ചേന, കപ്പളങ്ങ, തേങ്ങ, മാങ്ങ അങ്ങനത്തെ നമ്മുടെ നാട്ടിലുണ്ടാകും. ഡേറ്റ് കഴിഞ്ഞ് ഓൽമേൻ്റെ ഡേറ്റ് ഇന്ന് കഴിയണമെന്നുണ്ടായിരുന്നു. നാളെ ഇമ്മ ഓക്ക് ചുമയാണ്. ചുമക്കൊരു മരുന്ന് ഇങ്ങനൊക്കെ തച്ചാൽ സ്നേഹമാണ് എൻ്റെ കുട്ടിക്ക്. എങ്ങനെ ഉണ്ടടി? മോര് ഇറന്ന് വെച്ചാൽ കൂട്ടമ്മ എനിക്ക് പിന്നെ അങ്ങനത്തെ ചങ്കക്കൂടാ ചുവപ്പ് കളറിലൊക്കെ കുഞ്ഞിച്ചേമ്പല്ലത് എന്താ ചെറിയമ്പ് എന്റെ ഡ്രസ്സിലാവണം. എനിക്ക് പുറത്ത് വരൂല ഈ സുമ എങ്ങനെയാണ് പച്ചക്കറി മാക്സിയിൽ ഒരു തുള്ളി കറി ആയതുകൊണ്ട് കടക്കുമ്പോ ഈ ജാതി ഓരോ ഐറ്റങ്ങളെ അടുത്തേക്കാണ് വന്നിക്കുന്നത്. ഞാൻ ഓളോട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എനിക്ക് നല്ല കട്ടിയുള്ള ഒരു കമ്പിളി വേണം. തണുപ്പുണ്ട്, തണുപ്പാണ്. ഞങ്ങള് ഫുൾ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു. നല്ല കട്ടിയുള്ള കോട്ട് സോക്സ് ഒക്കെ എടുത്തിക്കണം. കുറച്ച് കടിക്കാ മതി. നിങ്ങൾക്ക് എന്റെ അടുത്ത് കൊറേ കോട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഇല്ലായിരുന്നു. ആയിക്കോട്ടെ.